അപ്പോൾ നമുക്കെന്നാൽ ബോംബെയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയാലോ. അപ്പോൾ യാത്ര തുടങ്ങാനായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറാം. ഈ സ്റ്റേഷൻ മനസ്സിലായവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ഇടുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ആണ് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ താനെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. താനെ ജംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, താനെ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 7-ലാണ്. താനെയുടെ പ്ലാറ്റ്ഫോം നമ്പർ 7. ഈ ചാനലിൻ്റെ പേര് വരാൻ കാരണമായ പ്ലാറ്റ്ഫോം നമ്പർ 7-ൽ നിന്നാണ് ഈ വീഡിയോ നമ്മളിന്ന് ആരംഭിക്കുന്നത്. അതൊരു വെറൈറ്റി അല്ലേ. ഇതാണ് ആ പ്ലാറ്റ്ഫോം 7. ഇവിടെ നിന്നാണ് ഈ ചാനൽ ജനിച്ചത്. ഇവിടെ നിന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ട്രെയിനായ 16345 ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്സിന് ഞാൻ ഷൊർണൂരിലേക്ക് ഒരു യാത്ര ചെയ്യുകയാണെന്നും. അപ്പോൾ ഞാനിങ്ങനെ താനേയിൽ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങാൻ നിന്നപ്പോൾ എൻ്റെ പഴയ തട്ടകമായ ബേലാപ്പൂർ സൈഡിലേക്ക് പോകുന്ന ഒരു EMU ജസ്റ്റ് ഇറങ്ങിപ്പോന്നു. ഇതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണിത്. അങ്ങനെയുള്ളൊരു EMU ആണ്, നെരൂളി EMU ആണിത്. ഇപ്പോഴത്തെ ഹൗറയുടെ ബാക്ക് 35003 നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ലോക്മാന്യ തിലക് ടെർമിനസ് ഗരീബ് രഥ് എക്സ്പ്രസ് വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ബോർഡുണ്ട്. ഇതിന് റിയർ ബോർഡിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം. കേട്ടോ, അജ്നിയുടെ 37517 സേവാഗ്രാം എക്സ്പ്രസ് ആയിരിക്കണം. നാഗ്പൂർ മുംബൈ CSMT സേവാഗ്രാം എക്സ്പ്രസ്. പണ്ട് ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ, അതായത് നമുക്ക് ക്ലാസ് നേരത്തെ തീരുക അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ പ്ലാറ്റ്ഫോം 7-ൽ വന്നു നിന്ന് ഇങ്ങനെ ട്രെയിനുകൾ വരുന്ന പോകുന്നു കണ്ടിരിക്കുമായിരുന്നു. ഇവിടെയല്ല, ഈ പ്ലാറ്റ്ഫോം 7-ൻ്റെ അങ്ങേ അറ്റത്ത്. ഇന്നിപ്പോൾ എൻ്റെ കോച്ച് ഏകദേശം ഇവിടെ ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകാത്ത ഏറ്റവും പുറകിൽ പോയി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോംസൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്ലാറ്റ്ഫോം മാത്രം നീണ്ടു നിൽക്കും. അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻസ് സ്പോട്ടിൽ നല്ല രസമായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിലയ്ക്കാണ് ഞാൻ ബ്ലോഗ് തുടങ്ങിയപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം 7 എന്ന് തന്നെ പേരിട്ടത്. നമ്മൾ കാത്ത് നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 7-ലേക്ക് പവൻ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. ദർഭംഗയിലോട്ട് പോകുന്നു. ദർഭംഗയല്ല, ജയനഗർ. ത്രീ 7347 പുണെ ഷെഡിന് ലോക്കമാണ്. ലോക്മാന്യ തിലക് ടെർമിനസ് ജയനഗർ പവൻ എക്സ്പ്രസ് ആണ്. ഈ നമ്മുടെ വണ്ടി വരുന്നുണ്ട് 16345 തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ്. तिरुवनंतपुरम नेत्रावती एक्सप्रेस आहे. प्लॅटफॉर्म क्रमांक 7 पर आगमी गाडी 16345 डाउन. വായപ്പുറത്തിന് 30391 ആണ് നമ്മളിന്ന് കൊണ്ടുപോകുക. ഞാൻ B3-ലാണ്. സീറ്റ് നമ്പറൊക്കെ മറന്നു. तिरुवनंतपुरम नेत्रावती एक्सप्रेस प्लॅटफॉर्म क्रमांक 7 पर आलेली गाडी 16345 डाउन लोकमान्य टिळक टर्मिनस തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്. ഇതാണ് നമ്മുടെ കോച്ച് നമ്പറൊക്കെ പിന്നെ നോക്കാം. അങ്ങോട്ട് നമുക്കിപ്പോൾ കയറാം. ഞാൻ ഒരു മിഡിൽ ബർത്താണ്, മാറ്റി കിട്ടുമെന്ന് നോക്കണം. കാര്യം നോക്കുമ്പോൾ കറണ്ട് റിസർവേഷനിൽ കുറേ സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ച് 241640C. ഉള്ളിൽ കയറാം. 45-ാം നമ്പർ ബർത്താണ് എൻ്റെ. 12:08 നമ്മൾ പുറപ്പെട്ടില്ല, സ്റ്റാർട്ടായിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് സോലാപ്പൂർ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് വന്നു. അതിൻ്റെ അറൈവൽ പിടിക്കാൻ പറ്റില്ല. വന്ദേ ഭാരത് പോയി, നമ്മളും പുറപ്പെട്ടു. സമയം 12:10 എന്ന് പറയുമ്പോൾ ഏകദേശം 10 മിനിറ്റ് ലേറ്റാണ്. 12 മണിയാകുന്ന ടൈം. 10 മിനിറ്റ് ലേറ്റായിട്ട് നമ്മുടെ താനെയിൽ നിന്നും നമ്മുടെ 16345 ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്സിന് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ എൻഡ് ടു എൻഡ് യാത്രയാണെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എൻഡ് ടു എൻഡ് പോകുന്നില്ല, ഷൊർണൂർ വരെ പോകുന്നുള്ളൂ.
പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഷൊർണൂർ ടു തിരുവനന്തപുരം ഒരു യാത്ര ചെയ്യാം. അങ്ങനെ നമുക്കത് എൻഡ് ടു എൻഡ് ആക്കാം. പ്ലാറ്റ്ഫോം കാലിയായി. പ്ലാറ്റ്ഫോം കുത്തി നിറച്ച ആളായിരുന്നു. ഒരു ബീഹാർ ട്രെയിനും നമ്മുടെ വണ്ടിയും, 2 വണ്ടി പുറത്ത് കഴിയുമ്പോൾ പ്ലാറ്റ്ഫോം കാലി. നമ്മൾ ധാനേന്ന് പുറപ്പെട്ടു. ബനാറസ് സൂപ്പർ ഫാസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ കോച്ച് എന്ന് പറയുന്നത് മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലി നിർമ്മിച്ചാണ്. ഫെബ്രുവരി 2024 സൗത്ത് സെൻട്രൽ റെയിൽവേക്ക് വേണ്ടി നിർമ്മിച്ചാണ്. 241640. ഇപ്പോൾ സദേൺ റെയിൽവേക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പാർസിക് ടണലിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിലുള്ള 2 ലൈന് പൻവേലിലോട്ട് ഹാർബർ ലൈൻ വഴി പോകുന്ന ലൈനുകളാണ്. ഇത് ഹാർബർ ലൈനിലേക്ക് ഗുഡ്സിന് വന്ന് കയറാനുള്ള ഒരു ലൈനാണ്. ഈ കാണുന്ന പോലെ തന്നെ ഡീസലാണ്. ഗോൾഡൻ റോക്കിൻ്റെ WDG ഫോഴ്സ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പാർസിക് ടണലിലേക്ക് കയറും. നമ്മളങ്ങനെ പാർസിക് ടണൽ കഴിഞ്ഞ് ഡിവൈലോട്ട് അടുക്കുന്നു. നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ 5th ലൈനിൽ നിന്ന് നമ്മൾ റോഹ ലൈനിലേക്ക് തിരികെ വിടുന്നു. നമ്മളിപ്പോൾ 5th ലൈനിൽ നിന്ന് ഇറങ്ങി 6th ലൈനിൽ നിന്ന് ഇറങ്ങി റോഹ ലൈനിലേക്ക് കയറുകയാണ്.
ഇപ്പുറത്തെ ലൈനിൽ കൂടെ ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു, ഒരു വാപ്സാങ് ഹോളിൽ ട്രെയിൻ വരുന്നുണ്ട് 6th ലൈൻ വഴി. സൗത്ത് സെൻട്രൽ റെയിൽവേ ഏതാ വണ്ടി എന്നറിയില്ല. ഹൈദരാബാദ് മുംബൈ ആണെന്ന് തോന്നുന്നു. ഹൈദരാബാദ് തന്നെ. ഹുസൈൻ സാഗർ വല്ലതായിരിക്കും. നമ്മൾ ജസ്റ്റ് ദാത്തിവലി എത്തുന്നു. ആ വാഗ്നൻ കിടക്കുന്ന ലൈന് നമ്മുടെ വസൈ സൈഡിൽ നിന്ന് വരുന്നതാണ്. വസൈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ കോപ്പർ സൈഡിൽ നിന്ന് വരുന്നത്. നമ്മൾ പല പ്രാവശ്യം ഒരു യാത്ര ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് ദാത്തിവലി സ്റ്റേഷനിലോട്ട് പോയി കയറും. ദാത്തിവലി സ്റ്റേഷൻ കൂടെയുള്ള റൺ ത്രൂ അല്ലെങ്കിൽ ക്രോൾ ത്രൂ ആണ്. എന്തിനാണ് ഈ സ്റ്റേഷന് പേര് മറിച്ചത്? ഇവിടെ ആകാശൻ ആയിരുന്നു പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ആകാശൻ ശരിക്കും സ്റ്റേഷൻ ശരിക്കും ഇതല്ല. ആകാശൻ കുറച്ചും കൂടി മുന്നോട്ട് പറയുകയാണ്. പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോകണം. ഇവിടെ ബോംബെയിൽ സ്കൂൾ രാവിലെ 7 മണിക്ക് തുടങ്ങും, ഉച്ചയ്ക്ക് വിടും പിള്ളേരെ. G5 ഹോൾഡ് ഫ്ലൈറ്റ് കാത്തുണ്ട് ഇവിടെ ഭുസാവലിൻ്റെ ലോകമാണ്. JSW എന്ന് പറയുന്ന ഫ്ലൈറ്ററാണിത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉള്ളിൽ പോയിരിക്കുമ്പോൾ TT ഒക്കെ വരട്ടെ, ടിക്കറ്റൊക്കെ നോക്കിയിട്ട് പോട്ടെ. ഇവിടെ WDFCയുടെ ലൈൻ ലേ ചെയ്ത് കഴിഞ്ഞു. ലൈൻ ലേ ചെയ്ത് ഇലക്ട്രിഫിക്കേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഇതുവഴി ഒന്നും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അന്നത്തെ സ്റ്റാറ്റസ് കാണിക്കാം. നമ്മൾ ജസ്റ്റ് പൻവേലിലോട്ട് കയറുന്നു. പത്തുന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലോ, ഇതാണ് സബർബൻ ലൈൻസ്. പ്ലാറ്റ്ഫോം 7ലേക്കാണ് നമ്മൾ പോകുന്നത്. അത് 7ലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ സന്തോഷം കേട്ടോ. നമ്മൾ താനയിലെ പ്ലാറ്റ്ഫോം 7ൽ നിന്ന് കയറി ഇവിടെ നമ്മൾ പ്ലാറ്റ്ഫോം 7ലേക്ക് കയറുന്നു. ഷൊർണൂർ നമ്മൾ പ്ലാറ്റ്ഫോം 7 കൊണ്ട് കയറ്റിയാൽ മതിയാകും. ഷൊർണൂർ പക്ഷേ സാധ്യത കുറവാണ്. കരികീടായിട്ട് ഡിപ്പെൻസ്. ഓൺ ടൈം ആണെങ്കിൽ 7 പൻവേലിലേക്കുള്ളൊരു EMU സ്റ്റേഷനോട്ട് കയറുന്നു. നമ്മൾ ജസ്റ്റ് പൻവേലിലോട്ട് കയറുന്നു. ഞാൻ ലഞ്ച് സൊമാറ്റോ വഴി ഓർഡർ ചെയ്യുന്നത്. അതിൻ്റെ വശം ഓർഡർ ചെയ്യും. അപ്പുറത്ത് സബർബൻ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക്, പുതിയ പ്ലാറ്റ്ഫോംസിൻ്റെ വർക്കെല്ലാം സ്പീഡിൽ നടക്കുന്നുണ്ട്. പുതിയ ടെർമിനൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക്.
ഇപ്പോഴത്തെ ലാലാഗുഡയുടെ 39271 കിടക്കുന്നു. ഇതിൻ്റെ ട്രെയിനൊന്നും അറിയില്ല. പൻവേൽ നാന്ദേഡാണ്. പൻവേൽ നാന്ദേഡ് എക്സ്പ്രസ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ പുതിയ ടെർമിനലിൻ്റെ വർക്കൊന്ന് കാണിച്ചാൽ വെച്ചാൽ ഇവിടുത്തെ ഇതൊക്കെ മാറ്റി വരും. അടച്ചിട്ടിലൊക്കെ മാറ്റി. ഇവിടെ റൂഫ് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ വരുമ്പോൾ റൂഫിൻ്റെ ഷട്ടറിങ് വന്നിരിക്കുന്നത്. റൂഫ് കഴിഞ്ഞു. അടിയിലെ പ്ലാറ്റ്ഫോം സ്ട്രക്ചേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പുറത്തോട്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇടയ്ക്കലത്തെ ഭാഗം മറ്റേ എന്താ പറയുന്ന ഷീറ്റിൻ്റെ റൂഫ് വല്ലതും ആയിരിക്കും. ഇത് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കൊങ്കൺ റെയിൽവേ വഴി കേരളത്തിലോട്ട് നമുക്ക് ട്രെയിൻ പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പൻവേലിലെത്തി. ഫുഡ് എത്തിയിട്ടില്ല. എൻ്റെ വീട് ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് ഒത്തിരി പേര് കയറുന്നുണ്ട്. വണ്ടി ഇവിടുന്ന് ഫുള്ളാവും. അപ്പോൾ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ലേറ്റ് 10 മിനിറ്റ് ലേറ്റ് ഇപ്പോൾ തന്നെ. ഉടനെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഡിലേ കുറയ്ക്കാൻ നമുക്ക്. 12:55 നമ്മൾ പുറപ്പെട്ടു. കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ ലേറ്റാണ്. മംഗള, പോർബന്ദർ, രത്നഗിരി എല്ലാം ലേറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. DDU ഷെഡിൻ്റെ, അതായത് മുഗൾ സറായി, ബറൗണിയുടെ 32529. അങ്ങനെ നമ്മൾ പൻവേലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. അങ്ങേയറ്റത്തത് WDFCയുടെ ലൈനുകൾ ലേ ചെയ്തിരിക്കുന്ന കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ട് കർജത്ത് പൻവേൽ പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ വർക്കും കാണാം. ഈ പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ കർജത്തിൻ്റെ വർക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പുണെ ഷെഡിന് 39547 ആണ് ഇന്നത്തെ സ്പെയർ ലോക്കോ. ഇപ്പോൾ WDFC കാണാം. അങ്ങേയറ്റത്ത് പാലത്തിന് മുന്നോട്ട് കയറി പോകുന്ന കർജത്ത് ലൈനും കാണാം. കർജത്ത് ലൈനും WDFC 2 വർഷം കമ്മീഷനിങ്ങിന് ടാർഗറ്റഡ് ആണ്. ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ ലൈൻ പാസ് ചെയ്യുന്നത്. ടിക്കറ്റ് വയ്ക്കാൻ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഉള്ളിലോട്ട് പോയേ പറ്റുള്ളൂ. ഇവിടുത്തെ എക്സ്ട്രീം റൈറ്റിലോട്ട് വളഞ്ഞു പോകുന്ന 2 ലൈനും WDFCയും, അതിന് തൊട്ട് ഇപ്പുറത്ത് വളഞ്ഞു പോകുന്ന 2 ലൈനാണ് എക്സിസ്റ്റിംഗ് JNPT ലൈനുകളുമാണ്. ഈ WDFC ഒന്ന് ഫ്രൈറ്റൊക്കെ WDFCയിലോട്ട് മാറിക്കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് JNPT ലൈൻ വഴി പാസഞ്ചർ ട്രെയിൻ ഓടിച്ചാൽ നന്നായിരുന്നു. കാര്യം ഉറണിലേക്കൊക്കെ പാസഞ്ചർ ട്രെയിൻ ഓടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരമാവും. ഇതാണ് എക്സിസ്റ്റിംഗ് കർജത്ത് ലൈൻ. എക്സിസ്റ്റിംഗ് കർജത്ത് ലൈനിൽ ഒരു G9 ഹോളിൽ ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിന് നമ്മുടെ ലൈനിന് കുറുകെയുള്ള 2 പാലും വെച്ച് കഴിഞ്ഞു. കഴിഞ്ഞ ട്രിപ്പിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 2ഉം വെച്ച് കഴിഞ്ഞു.
ഇവിടെ നമ്മുടെ മെയിൻ ലൈൻ നമ്മൾ കൂടെ 2 പാലം വെച്ച് കഴിഞ്ഞു. അവർക്ക് ഫൈനലൈസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ അധികം താമസിയാതെ ഇവിടെ ട്രെയിൻ ഓടി തുടങ്ങും, ലോക്കൽ ട്രെയിൻ ഓടി തുടങ്ങും. അപ്പോൾ വാവും, അടിപൊളിയായിരിക്കും. അവിടെ 42941 ബാഗ് 9 ഏത് ഷെഡിന് മാർക്കറ്റിലെ പുത്തൻ ലോക്കം എന്ന് പറഞ്ഞിട്ട്. ഇത് എക്സിസ്റ്റിംഗ് കാർജറ്റ് കോറിഡോറാണ്. അതുവഴി വന്ന ഒരു NMG റേക്കാണത്. അപ്പോൾ അങ്ങനെ പൻവേലിൽ നിന്നൊക്കെ വിട്ട് നമ്മൾ ആപ്ത കഴിഞ്ഞ് ജിദ്ദയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ടണൽ നമ്മൾ പാസ് ചെയ്തു. നല്ല ചൂടാണ് പുറത്ത്, അതുകൊണ്ട് ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. പിന്നെ ഇന്ന് കൊങ്കൺ ട്രെയിനിൽ നിന്ന് വരുന്ന എല്ലാ വണ്ടിയും ലേറ്റാണ്. ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലേറ്റ് ഉണ്ട്. നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ രത്നഗിരി വിട്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ അധികം താമസിച്ചത് മംഗള എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണം. അത് കണക്കിനാണ് വന്ന് നിൽക്കുന്നത്. ഡാർക്ക് സീനാണ് മംഗളയ്ക്ക്. വാപ്പ് 4 ആണ്. പോർബന്ദർ എക്സ്പ്രസ് ആയിരുന്നു. നല്ല വെയിലും നല്ല ചൂടും. അയ്യോ, രക്ഷയില്ല. ട്രെയിനൊക്കെ വാപ്സോൺ കിട്ടുന്ന കാലം. അമ്മേ, LHBയും വാപ്സോൺ അടിപൊളി. അങ്ങനെ പൻവേലിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ റോഹയിലേക്ക് എത്തണം. റോഹ എന്ന് ഹിന്ദിയിലും റോഹെ എന്ന് മറാഠിയിലുമാണ്. ട്രെയിനിവിടെ ക്രൂ ചേഞ്ച് ഉണ്ട്. നമ്മുടെ കോച്ച് വരുന്ന സ്ഥലത്ത് കട ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. ഒരു കുപ്പി വെള്ളം മേടിച്ച് തീരാറായി. ഒരു കുപ്പിയും കൂടി മേടിക്കാമെന്ന് വെച്ച് നോക്കിയതാണ്. ഒരു മെമോ കിടക്കുന്നുണ്ട്, ദിവാ റോഹ മെമോ. അവിടെ ഫ്രണ്ടിലായിട്ടൊരു കടയുണ്ട്, നമുക്ക് പോയി വെള്ളം മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വാട്ടർ ബോട്ടിൽ മേടിച്ചു, കടയിൽ നിന്ന് മേടിച്ചു. 15 രൂപയ്ക്ക് വയ്ക്കുന്നത്, ന്യായമായ റേറ്റ്. അപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റില്ല. ക്രൂ ചേഞ്ച് ഉണ്ട്, അപ്പോൾ കുറച്ച് സമയം നിൽക്കുമായിരിക്കും.
നമുക്കിതൊരു സ്റ്റാർട്ടർ ആയിട്ടില്ല, കുറച്ച് നേരം നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഈ സ്റ്റോപ്പിലുണ്ട് ഈ കടയ്ക്കും അതുപോലെ അപ്പുറത്തുള്ള വെള്ള കച്ചവടക്കാർക്കൊക്കെ നല്ല കച്ചവടമാണ്. നമ്മൾ ആക്ച്വലി ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ് തന്നെ കിടക്കുന്നത്. 2:05 ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം 4:05, 2 പുതിയ പ്ലാറ്റ്ഫോമാണ്, 2 ചെറിയ പ്ലാറ്റ്ഫോംസാണ്. മെമു ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള നമുക്ക് ഇപ്പോഴത്തെ ഒരു ഡൊമസ്റ്റിക് യൂസിന് എഴുതിയ കണ്ടെയ്നറൊക്കെ കിടക്കുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് 2 G7ഉം ഒരു G9 കിടക്കുന്നുണ്ട്. G9 കണ്ടെയ്നറൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യസമയമായ 2:05 നമ്മൾ റോഹയിൽ നിന്ന് പുറപ്പെടുകയും ഖൽവ കാർ ഷെഡ് തന്നെയാണ് ഈ മെമു. അപ്പോൾ ഈ വണ്ടിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കെയറിൻ്റെ സ്റ്റാഫാണ്. നമ്മുടെ TTമാർ ഓൾറെഡി കെയറിൻ്റെ സ്റ്റാഫിന്, വണ്ടി അവിടെ നിന്ന് വിട്ടപ്പോൾ തന്നെ കെയർ സ്റ്റാഫ് തന്നെയാണ്. നമ്മളങ്ങനെ കൊങ്കൺ റെയിൽവേയിലേക്ക് കയറി. ഞാനല്ല, വീര് വരെ ഡബിൾ ലൈനാണ്. വീര് കഴിഞ്ഞിട്ട് ആദ്യത്തെ ടണൽ, അവിടെ മുതൽ അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. അപ്പോൾ നമുക്കതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പ്രോബ്ലി വീരോ അല്ലെങ്കിൽ ആദ്യത്തെ ക്രോസിങ് ആകുമ്പോഴേ നമുക്ക് കാണാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഖേഡിലാണ്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറിന് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നില്ലേ ഖേഡെത്തിയിട്ട് നമുക്ക് കാണാം. കാട്ടുതീയായിരുന്നു തോന്നുന്നു. ഉണ്ട്, അവിടെ നല്ല പുകയുണ്ട്. കാട്ടുതീയായിരുന്നു. കാട്ടുതീ കൂടെ ട്രെയിൻ ഓടി വന്നത്. നമ്മളെ മീൻമേൽ ക്രോസിങ്ങിന് വേണ്ടി ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വീരൊക്കെ കിടക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് മയങ്ങായിരുന്നു. വണ്ടി കൊണ്ട് സ്ലോ ഡൗൺ ആയപ്പോൾ ഡോറിലേക്ക് വന്നതാണ്. ഡോറിലേക്ക് വന്നാൽ ഭയങ്കര പുക വേണം. നോക്കിയപ്പോഴാണ് പുറത്ത് നല്ല പുക. ഇപ്പുറത്തെ സൈഡിൽ ഒരു ഫ്ലൈറ്റ് നടക്കുന്നുണ്ട്. ഭീകരമായ പുകയാണ് അപ്പുറത്ത്. നമ്മുടെ വണ്ടിയുടെ ക്രോസിങ്ങിന് വേണ്ടി 10 മിനിറ്റ് കിടക്കുന്നു. ഇപ്പോൾ ജസ്റ്റ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് പോയി നമുക്ക് നമ്മുടെ ലോക്കോ ഒക്കെ ഒന്ന് കണ്ടിട്ടിങ് വരാം. ലോക്കോ നമ്മൾ ഇൻകമിങ്ങിൽ കണ്ടതാണ്, പക്ഷെ വൃത്തിക്കൊന്നും കണ്ടില്ലല്ലോ. ഇതാണ് നമ്മുടെ ട്രെയിന്. ഞാനിപ്പോൾ കോച്ച് പൊസിഷൻ നോക്കിയപ്പോൾ ഇന്ന് ഈ റേക്കിൽ പാൻട്രി കാർ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഡിന്നറിന് കാര്യം. ഖുദാ ഹവേ. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കുഴപ്പമില്ല. നമ്മളിപ്പോഴും കേരളത്തിൽ കയറും. കേരളത്തിൽ നമുക്ക് ഫുഡ് കിട്ടും. സംഭവം എന്ന് അറിയില്ല. ലോക്കോനോട് കിടന്ന ആൾക്കാരാണല്ലോ ബഹളം. ക്രോസിംഗ് 10 മിനിറ്റ് ട്രെയിൻ നടക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ക്രോസിങ്ങിൻ്റെ ലോക്കോൻ്റെ ഇന്നും കാണാൻ വേണ്ടി ഫ്രണ്ട് വരെ പോയതാണ്. അപ്പോൾ അവിടെ ലോക്കോൻ്റെ അടുത്ത് നിന്ന് ആരാണ്ട് ഫോട്ടോ എടുത്തെന്നും പറഞ്ഞാൽ ലോക്കോ പൈലറ്റുമാരും യാത്രക്കാരും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. എങ്കിൽ പിന്നെ അവിടെ ഞാൻ തിരിച്ച് നടന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റ് എടുത്തപ്പോഴേക്കും ഓപ്പോസിറ്റ് വണ്ടി അങ്ങ് പോയി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊരു വാപ്സവൻ ആയിരുന്നു, നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് നടന്നിപ്പോൾ തിരിച്ച് എൻ്റെ കോച്ചിലെത്തിയതൊക്കെയും വണ്ടി എടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോക്കവും കാണാൻ പറ്റിയില്ല, ക്രോസിങ്ങും പിടിക്കാൻ പറ്റില്ല. കെയറിൻ്റെ സ്റ്റാഫ് സാധാരണഗതിയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ്. ഇതിനിപ്പോൾ ഈ ജനറൽ കോച്ച് ആൾക്കാർ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ചൊറിഞ്ഞതാണോ എന്നറിയില്ല, പൊരിഞ്ഞടിയായിരുന്നു അവിടെ. ബഹളം, കയ്യാങ്കളിയല്ല ബഹളം. ഇപ്പോൾ ബറൗണി ഷെഡിൻ്റെ 41583 G9 ഇതെങ്കിലും വിളിച്ച് സന്തോഷിക്കാം.
ഇനിയിപ്പോൾ ഇന്ന് വേറെ ക്രോസിങ്സ് വരാണ്ട്. ഇനിയിപ്പോൾ മഡ്ഗാവ്, നിസാമുദ്ദീൻ രാജധാനി, എറണാകുളം മെൽശ്ശേരി ദുരന്തോ, പിന്നെ അതുപോലെ നമ്മുടെ സാവന്ത്വാടി ദിവ എക്സ്പ്രസ്, പിന്നെ മരുസാഗർ എക്സ്പ്രസ് ഉണ്ട്, മാണ്ഡവി ഉണ്ട്, പതിവ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോച്ച് പൊസിഷൻ എടുത്ത് പാൻട്രി കാറിൽ കാണിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു വലിയ വളവ് വരുമ്പോൾ നോക്കാം. കാര്യം ഇത്രയും നേരമായിട്ട് പാൻട്രി കാറിൽ നിന്ന് ഒരു വെണ്ടർ പോലും ഒന്നും വിൽക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം, പാൻട്രി കാർ ഇപ്പോൾ ഇന്നത്തെ കോച്ചിൽ റേക്കിൽ അറ്റാച്ച് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഈ ട്രെയിൻ ശരിക്കും ഈ പാൻട്രി നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് പാൻട്രി കാറിൽ നിന്ന് നമുക്ക് ഫുഡ് നേരത്തെ കൂടി ഓർഡർ ചെയ്യാം. അപ്പോൾ ഞാൻ ആ സ്കീം വഴി ഇന്നത്തേക്ക് ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ റീഫണ്ട് കിട്ടുമായിരിക്കും. പക്ഷേ ഇന്ന് ഡിന്നറിനപ്പോൾ എന്ത് ചെയ്യും? വളവിൽ നോക്കി പാൻട്രി കാർ കാണാനില്ല. പാൻട്രി കാർ സാധാരണ എത്തി കഴിഞ്ഞാൽ സ്പീക്കർ പതിവ്. ഇനി പാൻട്രി കാർ ഇല്ല റേക്കിൽ. ഏകദേശം 2 കിലോമീറ്ററിന് മേലെ നീളമുണ്ടായിരുന്നു. നമുക്കിതിനകത്തൊരു ഡബിൾ ആംബർ കിട്ടിയായിരുന്നു. എനിക്കൊന്ന് വീണ്ടും ലൂപ്പിലോട്ട് കയറാൻ പോകാൻ തോന്നുന്നു, അറിയില്ല. ഇപ്പോൾ ദിവാൻ ഖവാട്ടി സ്റ്റേഷൻ ആയിരിക്കണം. NH17 RUB പ്ലസ് ചോർത്തി റിവർ. അത് NH17. ഇപ്പോഴത്തെ NH66. ഇതിലേതാ റിവറെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന കല്ല് കിടക്കുന്നതായിരിക്കും റിവർ മിക്കവാറും. അവിടെ കുറച്ച് വെള്ളമൊക്കെ ഇല്ല, ഇതായിരിക്കും റിവർ. കടുത്ത വേനലാണ്. ഇതിപ്പോൾ എന്താ ക്രോസിംഗ് എന്നറിയില്ല. നമ്മളിങ്ങനെ വീണ്ടും ലൂപ്പ് ലൈനിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തിയിരിക്കുന്ന ദിവാൻ ഖവാട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഒരു ചെറിയ ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ഇത്രയേ ഉള്ളൂ നീളം. നമ്മുടെ ഫുൾ ട്രെയിൻ പോലെ എന്ത് വരുന്നില്ല. പക്ഷേ ഇത് മറ്റേ ലൈനിൽ കാണാൻ നല്ല ഭംഗി, എസ്പെഷ്യലി മഴക്കാലത്ത് മലയൊക്കെ പച്ചയാകുമ്പോഴേ. ഞാൻ കുറച്ച് നേരമായിട്ട് നല്ല ചൂടെന്ന് പറയുന്നില്ലേ, ഇതാണ് ടെമ്പറേച്ചർ. 42 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഫീൽസ് ലൈക്ക് 38 എന്ന് പറയുന്നത്. പക്ഷേ പുറത്ത് കാറ്റടിക്കുമ്പോഴല്ലോ ഒരുമാതിരി ഫർണസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ്. നമ്മൾ ദിവാൻ ഖവാട്ടിയിൽ വെച്ചൊരു ഫ്ലൈറ്ററിനായിരുന്നു കേട്ടോ ക്രോസ് ചെയ്തത്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ ആ സമയത്ത് ഇവിടെ ഇതിനെ ഓൺ ബോർഡിലൊരു വെണ്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ ട്രെയിനിൽ നിന്ന് പാൻട്രി ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ റെയിൽ മതത്തിൽ കയറി ഒരു കംപ്ലയിൻറ്റ് ഇട്ടപ്പോൾ അതിൽ റിപ്ലൈ വന്നിരിക്കുന്നത് 6346, മീനിങ് അന്ന് ശനിയാഴ്ച ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെട്ട 6346 പാൻട്രി കാർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പാൻട്രി ബുക്കിങ്ങിൻ്റെ കാശ് റീഫണ്ട് ചെയ്യും. അപ്പോൾ പക്ഷേ യാത്രക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി അവർ പറഞ്ഞിട്ടില്ല. കാര്യം ട്രെയിനിൽ നോർമലി പാൻട്രി ഉള്ളതുകൊണ്ട് ഇന്ന് എന്തായാലും ഇവർ കയറില്ല. നമ്മുടെ വെൻഡേഴ്സ് കയറില്ല. അപ്പോൾ പിന്നെ ഈ വഴിയുള്ള സ്റ്റേഷൻ, അതായത് ഖേഡ്, ചിപ്ലൂണ്, രത്നഗിരി എന്നൊക്കെ എന്തെങ്കിലും വേണമെന്നുള്ളത് മേടിച്ച് കഴിക്കാനാണ്ട് വേറെ വഴിയൊന്നുമില്ല. വെള്ളം കുടിച്ച് വയറൊരു വഴിയായതുകൊണ്ട് ഞാൻ മിക്കവാറും ഡിന്നർ സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത. നമ്മളിപ്പോൾ കടമ്പണി ബുദ്രുക്ക് എന്ന് പറഞ്ഞ സ്റ്റേഷനത്താണ്. ഇത് നമ്മളിവിടെ ഔട്ടറിൽ ഹോമിൽ നിർത്താൻ പോകുമെന്ന് തോന്നുന്നു. കാര്യം രാജധാനി എക്സ്പ്രസ് ഓപ്പോസിറ്റ് ഉണ്ട്. മിക്കവാറും അതിനെ ലൂപ്പ് ചെയ്തിട്ടുണ്ടാവും. രാജധാനിയുടെ ഒക്കെ ഒരു അവസ്ഥയെ ഹോം സിഗ്നൽ നിർത്തിയില്ല. അതിന് മുമ്പ് തന്നെ പച്ചയായി. റൈറ്റ് സൈഡിലാണ് തോന്നുന്നു ലൂപ്പ്. നമുക്കെന്നാൽ പതുക്കെ റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. രാജധാനി എക്സ്പ്രസ്സിനെ കാണാം. ഇന്ന് ഓടുന്ന മഡ്ഗാവും ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്സാണ്. നമ്മളെ കടുത്ത് രാജധാനി എക്സ്പ്രസ് അവിടെ കിടക്കുന്നുണ്ട്. കൊങ്കൺ റെയിൽവേ കയറി കഴിഞ്ഞാൽ പിന്നെ രാജധാനി, ജനശതാബ്ദി, വന്ദേ ഭാരത്, തേജസ് ഒന്നുമില്ല. ആ രാജ്യം വരുന്നവർ വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അജ്നിയുടെ വാപ്സാവനാണ്.
സാധാരണഗതിയിൽ റൈറ്റ് സൈഡിൽ പ്ലാറ്റ്ഫോം ആണ് നിർത്തുക. ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഫോർ എ ചേഞ്ച് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. കാരണം റൈറ്റ് സൈഡിൽ ദിവ സാവന്തവാടി റോഡ് എക്സ്പ്രസ് വരാണ്ട്. തണുപ്പിച്ച വെള്ളം കൊണ്ട് വെൻഡേഴ്സ് വന്നിട്ടുണ്ട്. മേടിച്ച് വെക്കേണ്ടി വരും. മൂന്ന് 49 ഞാൻ കേടിലെത്തി. അടുത്ത് തിരക്കുണ്ട് ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ. അവിടെ തിരക്ക് വരുന്നുണ്ടോ? ഇന്ന് വണ്ടിയിലോട്ട് എന്താ പറയുക, സൂചി കുത്താൻ സ്ഥലം ബാക്കിയുണ്ടാവില്ല. അമ്മമാർ തിരക്ക് അവിടെ കയറാനുള്ളത്. അവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കുണ്ടോ? ആ വണ്ടി ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് വരുന്നതാണ് അനൗൺസ്മെൻറ്റ്. അപ്പോൾ 10106 സാവന്തവാടി റോഡ് ദിവ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. അതിന് ഇന്ന് വാപ്സാനാണ്. ഈ ട്രെയിനുകൾ പണ്ട് WKM3 ആയിരുന്നു. അതുകഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യാത്ര എല്ലാം WAP4 ആയിരുന്നു. ഇന്നിപ്പോൾ രത്നഗിരി പാസഞ്ചർ എന്നുണ്ട്. ഇതിനും ഇത് WKM3 ആണ്. അടിപൊളി. തിരക്ക് മാനേജ് ചെയ്യാൻ പോലീസുകാർ ഇറക്കിയിട്ടുണ്ട് അവർ. കല്യാൺ ഷെഡിൻ്റെ 37976 ആണ് ഇന്നത്തെ ലോക്കോ. അടിപ്പൻ. ഇപ്പോൾ വാപ്സാൻ ആയതുകൊണ്ട് ജനറേറ്റർ ഓടിക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടി ഓൾറെഡി ഫുള്ളാണ്. ഇനി ഇതിനകത്തോട്ടാണ് ഈ സ്റ്റേഷനിൽ നിൽക്കുന്ന ഭീകരമായ തിരക്ക് കയറേണ്ടത്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്. എനിക്കൊന്ന് ഹോളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മൾ ചലനൊക്കെ തയ്യാറെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ ട്രെയിൻ ഒരു പ്രാവശ്യം ഒരു end to end ട്രിപ്പ് അടിക്കണം. AC എക്കണോമിയിൽ. ഈ ട്രെയിൻ ഓൺ ബോർഡ് കാറ്ററിംഗ് ആണ്, പാൻട്രി കാറില്ല. അസഹനീയമായ ചൂടായതുകൊണ്ട് ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം എനിക്കിപ്പോൾ ഈ മാർച്ച് മാസത്തിന് ഒരു സെറ്റും ഏപ്രിൽ തുടക്കത്തിൽ ഒരു യാത്രയുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം വീഡിയോ കവറേജ് ചെയ്യുന്നു. ഈ വണ്ടിയിൽ AC എക്കണോമി അത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയറിൻ്റെ, ഇത് സദേൺ റെയിൽവേയുടെ, ഇത് സെൻട്രൽ റെയിൽവേയുടെ. ഒരെണ്ണം പോലും കെയർ മാർക്കിങ്ങുള്ള AC എക്കണോമി കോച്ചില്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ AC എക്കണോമീസാണ്. 3 AC എക്കണോമീസ് ഇട്ടിട്ടുണ്ട്. എന്നാലും നല്ല കാര്യം. റിസർവ്ഡ് കോച്ച് നോൺ AC മാത്രമല്ല AC കോച്ച് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 163, 23, 24 പോലത്തെ ട്രെയിനുണ്ടല്ലോ സദേൺ റെയിൽവേയുടെ, 400 കിലോമീറ്റർ 500 കിലോമീറ്റർ കൂടുന്ന ട്രെയിനുകളാണ്. പക്ഷേ ഒരു എന്താ പറയുക, റിസർവ്ഡ് സെക്കൻഡ് ക്ലാസ് കോച്ച് പോലും കൊടുക്കാൻ സദേൺ റെയിൽവേ തരും മെനക്കെട്ടിട്ടില്ല. AC കോച്ച് ദൂരക്കി ബാധ്യ. അതൊരു AC കോച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിനൊക്കെ സത്യം പറഞ്ഞാൽ ഒരു AC ചെയർക്കാർ അല്ലെങ്കിൽ ഒരു AC 3 tier ഒക്കെ ഇട്ടാൽ വളരെ നല്ലതാണ്. കാര്യം ഇത്രയും ദൂരം പോകുന്നതല്ല. അപ്പോൾ യാത്രക്കാർ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ സുഖമായിട്ട് AC കോച്ച് എടുത്ത് കിടന്നുറങ്ങി പൊക്കോളും. അതിന് പകരം AC കോച്ചും കൊടുത്തിട്ടില്ല, റിസർവ്ഡ് കോച്ചും കൊടുത്തിട്ടില്ല. വണ്ടി നരകിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് കയറുകയാണോ എന്നൊരു സംശയം. അതെ, ലൂപ്പിലേക്ക് കയറുകയാണ്. ലെഫ്റ്റ് സൈഡ് ലൂപ്പാണ്. ഇമ്മർക്കെന്നാൽ റൈറ്റ് സൈഡിലത്തെ ലൂപ്പിലേക്ക് ഇങ്ങനെ കയറ്റായിരുന്നില്ലേ? വെയിൽ മൊത്തം റൈറ്റ് സൈഡിലാണ്.
ക്രോസിങ് തന്നെയാണ്. അപ്പോൾ ആൻ്റണി എന്ന് പറഞ്ഞ സ്റ്റേഷനായിരിക്കും. നമ്മളങ്ങനെ അഞ്ജണി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ ട്രെയിനിലെ പാൻട്രി കാറിലാണെന്നുള്ള വാർത്ത ഫ്ലാഷ് ആയി തോന്നുന്നു. എല്ലാ സ്റ്റേഷനുകളും തണുത്ത വെള്ളം കൊണ്ട് ഇവർ വരുന്നുണ്ട്. പക്ഷേ ഒരു AC കോച്ചോട്ട് വരുന്നില്ല. എല്ലാവരും non-AC ജനറൽ കോച്ചുകളിലും അങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ. നമുക്ക് വെള്ളം കിട്ടാൻ വഴിയൊന്നുമില്ല. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഹൈ സ്പീഡ് ട്രെയിൻ ഇസ് ക്രോസിംഗ് ദ ട്രാക്ക്, പ്ലീസ് ഡോണ്ട് ക്രോസ് ദ ട്രാക്ക് എന്നും പറഞ്ഞിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കമ്പൽസറി വന്നു ഇപ്പോൾ അങ്ങനത്തെ അനൗൺസ്മെൻറ്റ്സ്. അപ്പോൾ ഓപ്പോസിറ്റിൽ അതിൻ്റെ ട്രെയിൻ വരുന്നുണ്ട്. കല്യാൺ ഷെട്ടിൻ്റെ 37565. എറണാകുളം ടു ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ് ആയിരുന്നു. നല്ല ചൂടാണ്. ഞാൻ വീണ്ടും ഉള്ളിലോട്ട് പോവാം. ഇനി നമുക്ക് ചിപ്ലൂൺ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ചിപ്ലൂണിലേക്ക് കയറുകയാണ്. റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം വരിക. റൈറ്റ് സൈഡിലെ ഡോർ പക്ഷേ ഓക്കെ പറഞ്ഞു. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനുണ്ട്. ഇന്ന് ആക്ച്വലി ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് ചാർട്ടായപ്പോൾ ഒരുപാട് സീറ്റ് കാലി ഉണ്ടായിരുന്നു. ഒരുപാട് സീറ്റ് 3 ടയറിലും 2 ടയറിലും അതുപോലെ നമ്മുടെ സ്ലീപ്പറിലും ഒക്കെ തന്നെ ഒത്തിരി സീറ്റ് കാലി ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ചാർട്ട് വന്നപ്പോൾ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ടിക്കറ്റ് കറണ്ട് റിസർവേഷനിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് കേരളയിലേക്കും ചിപ്ലൂണിൽ ലോക്കൽ ടിക്കറ്റ് ഇഷ്ടം പോലെ ബുക്കായിട്ടുണ്ട് ഈ വണ്ടിയിൽ. കാര്യം ഇന്നലെ ഫസ്റ്റ് ചാർട്ടിൽ MT എന്ന് കാണിച്ച എല്ലാ സീറ്റിലും നാളുണ്ട്. അവിടുന്ന് ഒരു ആർമി ഓഫ് വെൻഡേഴ്സ് കയറാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പതിപോലെ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് കയറുകയാണ് ചിപ്ലൂണിൻ്റെ. ഇവിടെ ഫ്രൂട്ട്സും എല്ലാം കൂട്ടി മേടിച്ച് വെക്കാൻ നിൽക്കുക ഡിന്നറിന്. ഇവിടെ നല്ല വടപ്പാവ് അവൈലബിളാണ്. ചിപ്ലൂണിൻ്റെ വടപ്പാവ് നമ്മുടെ രത്നഗിരി വടപ്പാവിനൊക്കെ നല്ല വടപ്പാവാണ്. ഈ ഓപ്പോസിറ്റ് ലൈനിൽ കാണുന്ന തിരക്കൊത്ത് മാണ്ഡവി എക്സ്പ്രസ്സിനുള്ളതാണ്. മാണ്ഡവി എക്സ്പ്രസ്സിന് നമ്മൾ ക്രോസ് ചെയ്യേണ്ടതായിരുന്നു ഇതിന് മുമ്പ് തന്നെ. പിന്നെ മാണ്ഡവി അല്പം ലേറ്റാണ്. മാണ്ഡവി ചിലപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ക്രോസ് ചെയ്യും. കാര്യം മാണ്ഡവി ഒരു സ്റ്റേഷൻ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ചാവരുടെ മൊത്തം എത്തിയെന്ന് തോന്നുന്നു ഓൾറെഡി മാണ്ഡവി. അങ്ങനെയാണെങ്കിൽ കൊങ്കൺ റെയിൽവേയുടെ ഫുഡ് കിങ്ങിന് നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ക്രോസ് ചെയ്യും. നമ്മുടെ വണ്ടിക്ക് ഇവിടെ വാട്ടറിങ് ഉണ്ടെന്ന് തോന്നുന്നു. പണ്ടൊക്കെ വാട്ടറിങ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്നും മനസ്സിലാവാത്ത എന്തോ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല അവരെന്തോ പറയുന്നതെന്നുള്ളത്. ഇതാണ് ചിപ്ലൂൺ സ്റ്റേഷൻ്റെ മെയിൻ ബിൽഡിങ്. വടപ്പാവ് തിന്നാനൊരു മൂടില്ല. കാര്യം വെള്ളം കുടിച്ച് വയറൊരു വഴിയായിരിക്കുക. നല്ല വടപ്പാവ്. ഇവിടുത്തെ വടപ്പാവ് ഇപ്പോഴും നല്ല അടിപൊളി വടപ്പാവാണ്. വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞു. അടിപൊളി വടപ്പാവാണ് ഇവിടെ കിട്ടുന്നത്. ഒരു ചായ എന്തായാലും കുടിക്കണം ഇവിടുന്ന്. നമ്മൾ നേരെ ഒരു ചായക്കട ഫ്രണ്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു വടപ്പാവ് ഒരു ചായയും ഇവിടെ ഒരു സ്പെഷ്യൽ മെമ്മും കിടക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടുള്ളതാണ്? ഇത് കൊങ്കൺ റെയിൽവേയുടെ സ്വന്തം മെമ്മുമാണ്. ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. എന്നാൽ ചിപ്ലൂൺ റോഹ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ചായ മേടിക്കുമ്പോഴേക്കും വണ്ടി വിട്ടു കേട്ടോ. വളരെ പെട്ടെന്ന് വണ്ടി വിട്ടു ഇന്ന്. ഞാനിവിടുത്തെ കിടക്കും മുന്നേ ചോദിച്ചാൽ മാണ്ടി വരാൻ വേണ്ടി. മാണ്ടി വരുന്നത് നമ്മൾ ഇട്ടൊന്നുമില്ല, നമ്മളെ വിട്ടു. മിക്കവാറും മാണ്ടി അടുത്ത സ്റ്റേഷനിൽ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് വെയിറ്റ്. എന്തായാലും ഒരു കുപ്പി തണുത്ത വെള്ളം മേടിച്ചു, ഒരു ചായ മേടിച്ചു. ചായ പക്ഷേ വലിയ ഗുണമില്ല. പക്ഷേ ചിപ്ലൂണിൽ നല്ല ചായ കിട്ടുന്ന. ഇത് വലിയ ഗുണമില്ലാത്ത ചായ. ആ കടയിലെ വടപ്പാവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വടപ്പാവ് മേടിച്ചുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ചിപ്ലൂണിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തൊട്ടടുത്ത സ്റ്റേഷനിൽ മാണ്ഡവി എക്സ്പ്രസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് വേറസ്മൈ ട്രെയിൻ പറയുന്നത്. റൈറ്റ് സൈഡിലായിരിക്കും മിക്കവാറും. അപ്പോൾ സ്റ്റാർട്ടർ പാസ് ചെയ്ത് ഹോം സിഗ്നൽ പാസ് ചെയ്ത് റൈറ്റോടെ മാറാൻ വെച്ചാൽ റൈറ്റ് സൈഡിൽ ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. ലെഫ്റ്റ് സൈഡിൽ ചൂട് മാത്രമേ ഉള്ളൂ, വെയിലില്ല.
കമാഖ്യ സ്റ്റേഷൻ മാണ്ഡവി എക്സ്പ്രസ് ആണ് കിടന്നിട്ടുണ്ടായിരുന്നത്. തോന്നി ഇവിടെ കിടപ്പുണ്ടാവുന്നു. ഭഗൽത്തിക്കോടിയുടെ 37923 മരുസാഗർ എക്സ്പ്രസ് ആണ്. നമ്മുടെ മരുസാഗർ എക്സ്പ്രസിൻ്റെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എപ്പോഴല്ലേ, അത് വെച്ച് ഓപ്പോസിറ്റ് ആയിരുന്നു. നമുക്ക് സംഗമേശ്വർ റോഡ് സ്റ്റേഷൻ എത്തിക്കാം. നമുക്ക് സ്കെഡ്യൂൾഡ് ഹോൾട്ടാണത്. ഇവിടെ വെച്ച് നമ്മൾ എറണാകുളം മരുസാഗർ എക്സ്പ്രസ് 12977 ക്രോസ് ചെയ്യുകയാണ്. ഇപ്രാവശ്യം യാത്രയ്ക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനി കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെയിൽവേ ഓഫീസിനെ കുറിച്ചും നല്ല കാര്യങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് വണ്ടി പോകുന്ന അറിയുന്നുണ്ടാവില്ല. ഈ ട്രെയിനിലെ കാറ്ററിംഗ് മലയാളി സ്റ്റാഫാണെന്നാണ് കുറേ പേര് എൻ്റെ വീഡിയോ താഴെ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ യാത്ര ചെയ്ത സമയത്ത് എന്തായാലും സ്റ്റാഫ് ആരും മലയാളികളായിരുന്നില്ല, ഫുഡും മലയാളി ഫുഡായിരുന്നില്ല. പക്ഷേ കിട്ടിയ ഫുഡ് നല്ല ഫുഡായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ മലയാളി സ്റ്റാഫ് മലയാളി ഭക്ഷണം ഉണ്ടായിരുന്നില്ല. മേ ബി കേരളത്തിൽ തിരിച്ചു പോകുന്ന ട്രിപ്പിൽ അവർ ചിലപ്പോൾ അങ്ങനത്തെ ഫുഡ് വിളമ്പുന്നുണ്ടാവുമായിരിക്കും, അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. കാരണം ചില ട്രെയിനുകൾ അങ്ങനെയാണ്. നമ്മളങ്ങനെ സംഗമേശ്വർ റോഡ് സ്റ്റേഷനിൽ എത്തിയിരിക്കാൻ സമയം ഇപ്പോൾ 5:04. നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും രത്നഗിരി എത്തണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് രത്നഗിരിയിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു നോക്കി. ഇതാണ് സംഗമേശ്വർ സ്റ്റേഷൻ. സംഗമേശ്വർ റോഡ് എന്നാണ് സ്റ്റേഷൻ. നമ്മൾ പുറപ്പെടുകയായി, നമ്മുടെ സ്റ്റാഫായി വളരെ പെട്ടെന്നായിരുന്നു. നല്ല മുന്നിലൊരു സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ പുറത്ത് കാണാം. അതിൽ മഹാരാഷ്ട്ര PWDയുടെ ബോർഡൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ ബിൽഡിംഗ് ആയിരുന്നു സംഗമേശ്വർ റോഡിൽ. അതിൽ മഹാരാഷ്ട്ര PWDയുടെ ബോർഡൊക്കെ ഉണ്ട്. ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്ട് വെച്ച് കുറേ കമൻറ്റ് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു. അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചെറിയ ബോളത്തിൽ റെക്കോർഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും അത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സംഗമേശ്വർ റോഡിൽ നിന്ന് പുറപ്പെടുന്നു. എന്നോട് വെച്ച് മരുസാഗർ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്തായിരുന്നു. ഇനി അടുത്ത ഹോൾട്ട് നമുക്ക് രത്നഗിരിയിലാണ്. അതിനുമുമ്പ് ക്രോസിംഗ് വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ക്രോസിംഗ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി മിക്കവാറും കുറച്ച് നേരം നമുക്ക് നോൺ സ്റ്റോപ്പ് റണ്ണാവാനാണ് സാധ്യത. രത്നഗിരി എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും. ഫ്രൂട്ട്സും ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ രത്നഗിരിയിൽ അവൈലബിൾ ആയിരിക്കും. സാൻഡ്വിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് മേടിക്കാം. ഉക്ഷി സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഇതാണ് ഉക്ഷി സ്റ്റേഷൻ. ഇതാണ് ടണലിനകത്ത് പകുതി ഉള്ളൊരു സ്റ്റേഷൻ. അവിടെ കണ്ടോ ടണലുണ്ടോ? ആ ടണലിനകത്ത് പ്ലാറ്റ്ഫോമിൻ്റെ പകുതി ടണലിനകത്താണ്. അതാണ് ഉക്ഷി സ്റ്റേഷൻ. പിന്നെ എല്ലാ പ്രാവശ്യം ഇവിടെ ഒരു ക്രോസിംഗ് നിർത്തണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിൽ നിർത്തി. അപ്പോൾ ഇതാണ് നോൺ പ്ലാറ്റ്ഫോം സൈഡ്. ഇവിടെ കണ്ടത് ആ നമ്മുടെ ട്രെയിനിൻ്റെ പകുതി ഒരു ടണലിനകത്താണ്, ബാക്കി പകുതിയാണ് പുറത്ത്. നമ്മൾ പുറത്താണ്. അങ്ങോട്ട് നടന്നു വേണമെങ്കിൽ ടണൽ പിടിക്കാം അല്ലേ. ഇതാണ് ബാക്കി സ്റ്റേഷൻ. നമ്മളങ്ങനെ ഉക്ഷിയിൽ നിന്ന് ക്രോസിങ് കഴിഞ്ഞ് ഇറങ്ങി. ഉക്ഷിയിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഉക്ഷിയിൽ നിന്നൊരു 3 ടണലിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ റൺപത്ത് ഫോൾസ് കാണും. റൺപത്ത് ഫോൾസ് മഴക്കാലത്ത് നല്ല വെള്ളമാണ്, മഴയില്ലാത്ത സമയത്ത് ഒരു അരുവി, അത്രേ ഉള്ളൂ. ഞാനൊരു ഇതിന് മുമ്പിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ റൺപത്ത് ഫോൾസ് സമ്മറിൽ മീൻസ് നോൺ മൺസൂൺ സീസണിലോ വിൻ്ററിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കട്ടെ, ഇന്ന് പറ്റി നമുക്ക് റൺപത്ത് ഫോൾസ് ഒന്ന് കണ്ടേക്കാം. നല്ല വെയിലാണ്, അതാണ് ഒരു പ്രശ്നം. റൺപത്ത് കഴിഞ്ഞ് അധികം താമസിയാതെ നമ്മൾ ഖർബൂഡയിൽ കയറും. ഖർബൂഡ എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേയിലെ ലോങ്ങസ്റ്റ് ആണ്. ഏകദേശം 6-7 കിലോമീറ്റർ മറ്റും നീളമുണ്ടായിരുന്നു. ഇവിടെ നേരെ ഒരു ടണലിലേക്ക് കയറാൻ വേണ്ടി
മഴക്കാലത്ത് കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലമൊക്കെ. ഇതൊന്നും അല്ല കേട്ടോ, ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടാവാൻ, പക്ഷേ ഇതല്ല രണ്ടത്താവുന്നതാണ്. ഇതാണ് റൺപത്ത്. മോനെ ഇതായിരുന്നു കാർബൂഡേ ടണൽ. കാർബൂഡേ എന്ന് പറയുന്നത് കൊങ്കൺ റെയിൽവേയിലത്തെ ലോങ്ങസ്റ്റ് ടണലാണ്. ഏകദേശം 6.5 കിലോമീറ്റർ നീളമുള്ളൊരു ടണലായിരുന്നു നമ്മളിപ്പോൾ പാസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കാർബൂഡേ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി ഭോക്കെ, അത് കഴിഞ്ഞാൽ രത്നഗിരി. അതിനിടയ്ക്ക് നമ്മുടെ ഇങ്ങനത്തെ കുറേ ഗോർജസ് നമ്മൾ പാസ് ചെയ്തു, കൊക്കകൾ നമ്മൾ പാസ് ചെയ്തു. ഇതാണ് ഭോക്കെ. ഭോക്കയിൽ നമ്മളെ കാത്താരുമില്ല, നമ്മൾ ആർക്കും വേണ്ടി കാക്കാൻ പോകുന്നില്ല, പുറത്താക്കാൻ പോകുന്നു. ഭോക്കെ കഴിഞ്ഞു, ഭോക്കയിലോട്ട് കയറി. നമ്മൾ മോസ്റ്റ്ലി രത്നഗിരിയിൽ വെച്ച് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. അതായത് രത്നഗിരിയിൽ നിന്ന് മഡ്ഗാവ് മുംബൈ വന്ദേ ഭാരത് എക്സ്പ്രസ്. എന്താണെന്നറിയില്ല, എല്ലാ സ്റ്റേഷനിലും പോലീസുകാരുണ്ട്. എല്ലാ സ്റ്റേഷനിലും, പ്ലാറ്റ്ഫോംസിലും അതല്ലാണ്ട് പോലീസുകാരുണ്ട്. RPF അല്ല, സ്റ്റേറ്റ് പോലീസിൻ്റെ എന്തോ ഫോഴ്സാണ്. നല്ല പറപ്പിക്കുന്ന അറിയാമല്ലോ, നമ്മുടെ ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ആണ് നമ്മുടെ വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവന്മാരും നല്ല വിടലാണ് വിടുന്നത്. CRൻ്റെ ക്രൂ പോലെ രണ്ടിൻ്റെയും, കൊങ്കൺ റെയിൽവേ ക്രൂവിൻ്റെയും CR ക്രൂവിൻ്റെയും ഡ്രൈവിംഗ് സ്റ്റൈലിന് നല്ല വ്യത്യാസമുണ്ട്. CR ക്രൂ നല്ല വിടലാണ് വിടുന്നത്, പക്ഷേ അവർ സ്റ്റാർട്ടർ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി എടുക്കുന്നില്ല. പക്ഷേ KRൻ്റെ ക്രൂ അങ്ങനെയല്ല, സ്റ്റാർട്ടർ കിട്ടിയ സെക്കൻഡ് കൊടുക്കുന്ന വണ്ടി സ്റ്റാർട്ടായിരിക്കും. പിന്നെ അവന്മാർ അഡ്വാൻസ്ഡ് മാറുമ്പോൾ തന്നെ വണ്ടി റെഡിയാവും പുറപ്പെടാൻ. ഓരോ സോണിലും അതുപോലെ ഓരോ ഡിവിഷനിലും ക്രൂവിന് സ്വന്തമായിട്ടൊരു ഡ്രൈവിംഗ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ ക്രൂ എന്ന് പറയുന്നത്, തിരുവനന്തപുരം ഡിവിഷനിലത് പാലക്കാട് ഡിവിഷനിലത്, അവർ സാധനം 110 kmph സ്പീഡിലുള്ള റൂട്ടിൽ അവർ 107 മേലെ പോവില്ല. കാര്യം അവരൊരു സേഫ്റ്റി പിടിച്ചാണ് പോകുന്നത്. അതേസമയം തമിഴ്നാട്ടിലെ ക്രൂ ഉണ്ടല്ലോ, അവർ 110 സെക്ഷനിൽ 109, 110 തന്നെ പിടിക്കുക വരും. അത് പൊതുവേ വടക്കോട്ടും അങ്ങനെ തന്നെയാണ്. 130 സെക്ഷൻ എന്ന് പറഞ്ഞാൽ 130 വണ്ടി ഓടിക്കുന്നത്, 110 എന്ന് പറഞ്ഞാൽ 110 അല്ലാണ്ട് അതിൽ കുറച്ച് ഓടിക്കില്ല. കേരളത്തിൽ കുറച്ച് ഓടിക്കും. അപ്പോൾ നമ്മളങ്ങനെ രത്നഗിരിയിലേക്ക് എത്തുകയാണ്. രത്നഗിരി യാർഡിലേക്ക് ജസ്റ്റ് പ്രവേശിച്ചു. അവിടെ രത്നഗിരി പാസഞ്ചറിന് റേക്ക് കിടക്കുന്നതാണ്. നമ്മുടെ ട്രെയിൻ അകത്തോട്ട് കേവ് അടിച്ച് കയറുന്ന കാണാം. പ്ലാറ്റ്ഫോം 1-ലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പ്ലാറ്റ്ഫോം 1-ലാണ് സാധാരണഗതിയിൽ സൗത്ത് ബൗണ്ട് ട്രെയിൻസ് പോകുന്നത്. ഇന്നിപ്പോൾ വന്ദേ ഭാരത് ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇല്ല. രത്നഗിരി പാസഞ്ചറിൻ്റെ റേക്കാണ്. എനിക്കൊന്ന് ഒരു റേക്ക് ഇപ്പോൾ എപ്പോഴും ഇവിടെ സ്റ്റേബിൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. വന്ദേ ഭാരത് ഉണ്ടോ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇല്ല, അപ്പോൾ അതുപോലെ മെയിൻ ലൈൻ നമ്മൾ ഫ്രൈറ്റ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. വന്ദേ ഭാരത് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല.
കഷ്ടമാണ് നോക്കണേ ഇമാരെ കൊണ്ട്. ഇത് കൊങ്കൺ റെയിൽവേയുടെ തന്നെ പഴയ ഡെമോ ആണ്, അവരുടെ തന്നെ പഴയ ഡെമോ. അതിനെ കൺവേർട്ട് ചെയ്ത് സ്പാർട്ടാക്കിയതാണ്. കൊങ്കൺ റെയിൽവേക്ക് ആദ്യമായിട്ട് കിട്ടിയ ഡെമോ ആയിരുന്നു ഇത്. 3 കോച്ചുള്ള ഒരു സാധാരണ ഡെമോ ആയിരുന്നു. പിന്നീട് ഹൈ പവർ ഡെമോ വന്ന സമയത്ത് അവർ ഇത് തിരിച്ചു കൊടുത്തിട്ട് മീൻസ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഹൈ പവർ ഡെമോ എടുത്തായിരുന്നു. പിന്നീട് ഹൈ പവർ ഡെമോ എടുക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ ഡെമോ ഇല്ല, ഇപ്പോൾ ഓടുന്ന മെമോ ആണ്. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മുകളിൽ കാണുന്നതാണ് രത്നഗിരി സ്റ്റേഷൻ ബിൽഡിങ്, മെയിൻ ടെർമിനൽ ബിൽഡിങ്. ഞാൻ ഒരു പ്രാവശ്യം ഒരു ട്രിപ്പിൽ രത്നഗിരി ഇറങ്ങാൻ വിചാരിക്കുന്നുണ്ട്. ഏതെങ്കിലും വണ്ടിക്ക് രത്നഗിരിയിൽ ഒന്ന് ഇറങ്ങി ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത വണ്ടിക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റേഷനൊക്കെ ഒന്ന് കാണാം. നമ്മളങ്ങനെ രത്നഗിരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് പാൻട്രി കാർ ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ച് വെച്ചേ പറ്റും. ഇതൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. കേസ് കണക്കിന് വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടുന്ന് ഫ്രഷ് ഗാർഡ് കയറും, ഫ്രഷ് ക്രൂ വരും, ഗാർഡ് മാത്രമല്ല. അപ്പോൾ ഇവിടെയാണ് സ്റ്റേഷൻ്റെ ടെർമിനൽ ബിൽഡിങ്ങിലോട്ടുള്ള വഴി. അത് അടച്ചു കെട്ടി വെച്ചിരിക്കുക അവർ. അതിനിടയിൽ കൂടെ ഒക്കെ നൂഴ്ന്ന് കയറിപ്പോൾ ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. മുകളിലാണ് സ്റ്റേഷൻ ബിൽഡിങ്. ഒരുപാട് കാലം കൺസ്ട്രക്ഷൻ പണി തുടങ്ങിയിട്ട് ഇതുവരെ കൺസ്ട്രക്ഷൻ തീർന്നിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് വല്ല ഫ്രൂട്ട്സോ വല്ലതൊക്കെ മേടിച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ മേജർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗോവ എത്തിയാലുള്ളൂ. ഗോവ എത്തുന്നവരെ നമുക്ക് മേജർ സ്റ്റേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് 8ാമത്തെ കോച്ചാണ്. അപ്പോൾ നമ്മൾ നിർത്തുന്ന സ്ഥലത്ത് എന്തായാലും എന്തെങ്കിലും കാണും. ഞാൻ ഓർത്തില്ല, എന്തെങ്കിലും സ്വിഗ്ഗി വഴി എല്ലാം ഓർഡർ ചെയ്യായിരുന്നു. സാല ഇവിടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അവിടെ ഫ്രൂട്ട്സുകാരുണ്ട്, ഫ്രൂട്ട്സ് മേടിച്ചേക്കാം. ഇവിടെ ചായക്കടയുണ്ട്, ഇവിടെ സാൻഡ്വിച്ചൊക്കെ കിട്ടും. ഞാനിവിടെ നിന്ന് ഫ്രൂട്ട്സ് മേടിക്കാൻ ഇരിക്കുന്നത്. നമ്മളങ്ങനെ രത്നഗിരി എത്തിയിരിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട് അവിടെ നിന്ന്. ഇടയിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് കാണാം. നമ്മുടെ ഭാഗ്യത്തിനോട് ഒരു ഗ്യാപ്പും ഉണ്ട്. മീൻവല്ല ഒരു ചായ കിട്ടി. അപ്പോൾ ചായയും കുടിച്ചുകൊണ്ട് വന്ദേ ഭാരത് വരുന്നത് കാണാം. ചായയുടെ കളറുണ്ട്, നമുക്ക് കളർ ശരിക്കും മനസ്സിലാവുന്നത് അറിയില്ല. ഒരുമാതിരി ഒരു ഓറഞ്ചിഷ് കളറാണ് ചായക്ക്. പിന്നെ ഇവിടുത്തെ വെണ്ടർമാർക്കൊക്കെ നല്ല കൊയ്ത്താണ്. അങ്ങനെ പാൻട്രി കാറിൽ അതുകൊണ്ട് ആൾക്കാർ കടയിൽ നിന്നൊക്കെ എന്താ പറയുക, വണ്ടി വന്നു നിന്നാണ് കടയിലോട്ട് ഇടിച്ച് കയറുമായിരുന്നു ആൾക്കാർ. ഞാൻ ഫ്രൂട്ട് മേടിക്കാൻ പോയി. ഫ്രൂട്ട് കടയിലപ്പം ആരും ഉണ്ടായില്ല. അവൻ്റെ അടുത്ത് അത്ര നല്ല ഫ്രൂട്ട്സ് ആയിരുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് ഓറഞ്ചും രണ്ട് പേരയ്ക്കും മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തി. 22230 മഡ്ഗാവ് മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് ആണിത്. നമ്മളൊരിക്കലും ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് റൈഡ് ചെയ്തായിരുന്നു. അന്ന് ഈ ട്രെയിനായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിനി ഒരിക്കൽ ഓപ്പോസിറ്റ് വന്ദേ ഭാരത് ചെയ്യണമെന്നുണ്ട്. അതായത് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്. വന്ദേ ഭാരത് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം നമുക്ക് ഉടനെ സ്റ്റാർട്ട് ആവും. നമ്മളിപ്പോൾ ലേറ്റാണ്, 5:50 നമ്മുടെ ടൈം. ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായി. ഇത് കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു ബാക്കിലോട്ട് മാറി, അത് ടോയ്ലറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കടയുണ്ട്, കുറേ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. നമുക്കൊന്ന് റൈറ്റ് സൈഡിലോട്ട് പോകാം. അവിടെ ഒരു ഫ്ലൈറ്റ് എടുക്കണം, അത് നോക്കിയേക്കാം. നമ്മളങ്ങനെ രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ട് മെയിൻ ലൈനിലോട്ട് കയറുന്നു. ഇനി G7 ആയിരുന്നു, രണ്ടും ഷട്ട് ഡൗൺ ആണ്. റായ്പൂർ ഷെഡിനാണ്, ഒന്ന് BHELിട്ടാണ്. ഇത് ഒരു ബ്രേക്ക് ഇൻസ്പെക്ടർ അതിൻ്റെ മുന്നിൽ തന്നെ കാവലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൂര്യൻ അസ്തമിക്കാറായി.
ഇവിടെ ഈ ട്രാക്കിൻ്റെ സൈഡിൽ ട്രൈപോഡ്സ് ഒന്നും വെച്ചിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. മറ്റേ കടലിടാനുള്ള ട്രൈപോഡ്സ് ഇല്ലേ, അത് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി ആയിരുന്നിരിക്കും ചിലപ്പോൾ ഇവിടെ. പിന്നെ ഇവിടുന്ന് മൂവ് ചെയ്യാണ്ട് പോയതായിരിക്കും. രത്നഗിരി എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ ടൗൺ ആണ്. രത്നഗിരിക്ക് അടുത്ത് വളരെ ഫേമസ് ആയിട്ടൊരു ബീച്ചുണ്ട്, ഗണപതിപ്പുള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ബീച്ചും ഒരു അമ്പലവും ഒക്കെ ഉണ്ട്. വളരെ വളരെ ഫേമസ് ആണത്. രത്നഗിരി ടൗൺ അതല്ലാണ്ട് മാമ്പഴത്തിന് വളരെ ഫേമസ് ആണ്. ഇപ്പോൾ സീസൺ തുടങ്ങുമായി. ഇപ്പോൾ അടുത്ത മാസം മുതൽ രത്നഗിരി വഴി പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കച്ചവടക്കാർ മാമ്പഴം കൊണ്ട് വരും. നമ്മൾ ഏപ്രിലിൽ ഒരു ട്രിപ്പ് വരുന്നുണ്ട്, ആ സമയത്ത് മാമ്പഴം കൊണ്ട് വരും അവർ. നല്ല വിലയാണ്. കാര്യം രത്നഗിരി ഹാപ്പൂസ് എന്ന് പറയുന്നത് അൽഫോൻസോ എന്ന് പറഞ്ഞൊരു ഗ്രേഡ് മാമ്പഴമാണ് രത്നഗിരി ഹാപ്പൂസ് എന്നറിയപ്പെടുന്നത്. രത്നഗിരി ഹാപ്പൂസ് നല്ലോണം പഴുത്ത ഹാപ്പൂസ് ആണെന്നുണ്ടെങ്കിൽ അസാധ്യ മധുരമാണ്. അതിന് തീരെ നാരൊന്നും ഉണ്ടാവില്ല, നല്ല പൾപ്പി ആയിരിക്കും ആ മാമ്പഴം. ഹാപ്പൂസ് കഴിച്ചിട്ടുള്ളവർ താഴെ നിന്ന് കമൻറ്റ് ഇടാം. രത്നഗിരി ഹാപ്പൂസ് കഴിച്ചിട്ടുള്ളവർ താഴെ നിന്ന് കമൻറ്റ് ഇടാം. പിന്നെ കർണാടകയിൽ ഒരു വേരിയൻ്റ് ഓഫ് അൽഫോൻസോ ഉണ്ട്, അതിനത്ര മധുരമില്ല. അപ്പോൾ അങ്ങനെ രത്നഗിരി കഴിഞ്ഞ് നമ്മൾ വീണ്ടും പറപ്പിക്കൽ തുടങ്ങാൻ പോയി. നമുക്കിനി അടുത്ത ക്രോസിംഗ് എന്ന് പറയുന്നത് ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. അതിൽ നിന്ന് അല്പം ലേറ്റാണ്, 1.5 മണിക്കൂറോളം ലേറ്റാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും അതിന് ഇരുട്ടത്തായിരിക്കും ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുമോ അവൻ നിൽക്കുമോ എന്നത് അറിയില്ല. നമ്മളാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കാം. ആക്ച്വലി ട്രെയിന് രത്നഗിരിയോട് കയറുമ്പോൾ ഒരുമാതിരി യൂ ടേൺ എടുക്കുന്ന പോലെയാണ് കയറുന്നത്. കാരണം അലൈൻമെൻറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ലോക്കലി ഒരുപാട് ഒബ്ജക്ഷൻസ് ഉണ്ടായതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടി ഇങ്ങനെ ഒരുമാതിരി യൂ ടേൺ എടുക്കുന്ന പോലെ കറങ്ങിയാണ് രത്നഗിരിയിലേക്ക് വന്ന് കയറുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വെയിൽ ബാക്കിൽ നിന്ന് വരുന്നത്. കാര്യം അതാണ് വെസ്റ്റ്. ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്ത് സ്പീഡ് റെസ്ട്രിക്ഷൻ്റെ ആണെന്ന് തോന്നുന്നു. കാര്യം പോട്ടനെ ഒരു ക്രോസിംഗ് വരാൻ സാധ്യതയില്ല. ഞാനീ പറഞ്ഞ ജനശതാബ്ദിയാണ് അടുത്ത ട്രെയിൻ. അതിലേക്ക് ഫ്രൈറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു റോറോ റേക്കും കാണിക്കുന്നുണ്ട് കൊങ്കൺ റെയിൽവേയുടെ ട്രാക്കിങ്ങിൽ. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയാവാറായി. നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. രത്നഗിരി വിട്ട പിന്നെ വണ്ടി എവിടെ നിർത്തിയിട്ടില്ല കേട്ടോ. രത്നഗിരി വിട്ട പിന്നെ വണ്ടി കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് ഓടിയും വരിക. ഇടയ്ക്ക് ഏതോ ഒരു സ്റ്റേഷനിൽ നമ്മൾ മറ്റേ റോറോ റേക്കിനെ ക്രോസ് ചെയ്തായിരുന്നു. ഏത് സ്റ്റേഷനിലായിരുന്നു? റോറോ റേക്ക് വെയിറ്റ് ചെയ്യായിരുന്നു, നമ്മളല്ല വെയിറ്റ് ചെയ്തത്. അതുകൊണ്ട് അത് അറിഞ്ഞില്ല, വിട്ടടിച്ചിങ്ങ് പോന്നു. ഇനിയും ജനശതാബ്ദി വരാണ്ട്. ജനശതാബ്ദി നല്ലോണം ലേറ്റാണ്. നമ്മളിനി ഇവിടെ കിടന്ന് ജനശതാബ്ദി വിടുമോ എന്നുള്ളത് അറിയില്ല. നെറ്റ്വർക്ക് ഭയങ്കര മോശമുണ്ട്. വൈറസ് മൈ ട്രെയിനൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചൂട് വെയിൽ പോയപ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു തണുപ്പൊക്കെ വന്നു. നല്ല കാലാവസ്ഥയായിപ്പോൾ വെയിൽ പോയപ്പോൾ. വെയിലുണ്ടാകുന്ന ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം നല്ലൊരു കാലാവസ്ഥയാണ്, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, പക്ഷേ ചൂട് തോന്നുന്നില്ല. നമ്മളങ്ങനെ രാജാപൂർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തി. ഇത് റീസെൻ്റ്ലി ആഡ് ചെയ്ത സ്റ്റോപ്പാണ്. കാരണം പണ്ട് ഇവിടെ നിർത്തുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഈ വണ്ടി. അതിന് മുമ്പ് നേത്രാവതി എക്സ്പ്രസ്സിന് യാത്ര ഇവിടെ നിർത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാ സ്റ്റേഷനിലും പോലീസുകാരുണ്ട്, എന്താണെന്നറിയില്ല. ഇപ്പോൾ വണ്ടിക്കകത്ത് ആൾക്കാരൊക്കെ അന്വേഷിച്ചു തുടങ്ങി. പാൻട്രി കാറില്ലേ ഫുഡ് ഓർഡർ എടുക്കാനൊന്നും ആരും വരാത്തതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയിലുള്ള ഒരാൾ ടി ടിയോട് വെച്ചപ്പോൾ ടി ടി പറഞ്ഞത് അവർ ഫുഡ് ലോഡ് ചെയ്യും, സൈഡ് പാൻട്രിക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ ഫുഡ് ലോഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഓടുന്നൊരു ട്രെയിനിൽ ഇന്നിപ്പോൾ ഫുഡ് കയറ്റിയിടുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഇന്ന് പാൻട്രിക്കാർ അറ്റാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യാത്രക്കാരെ അറിയിക്കുക എന്നൊരു ഇത് വേണ്ട റെയിൽവേക്ക് ഇല്ലേ. യാത്രക്കാർക്കൊരു എല്ലാ കാര്യത്തിനും മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്, ബുക്ക് യുവർ ഫുഡ് ത്രൂ ഈ പാൻട്രി എന്നാണ് IRCTC തലേദിവസം മെസ്സേജ് അയക്കും, എല്ലാം ചെയ്യും. എന്നാൽ യാത്രക്കാർക്ക് ഒരു മെസ്സേജ് അയക്കുക, ഇങ്ങനെ ഇന്ന് ഭക്ഷണം ഇന്ന് പാൻട്രിക്കാർ അറ്റാച്ച് ചെയ്യുന്നില്ല ഡ്യൂ ടു എന്താ പറയുക അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ്, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്യണം എന്ന് യാത്രക്കാരോട് പറയുക എന്ന് പറയുന്ന ഒരു ബേസിക് കാര്യമല്ലേ. സമയം ഇപ്പോൾ 7:03. നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിരിക്കും, 10-15 മിനിറ്റ് ലേറ്റ് ആണെന്ന് തോന്നുന്നു.
Express has arrived on platform number 5. അപ്പോൾ അങ്ങനെ ഇരുട്ടായി ഫോക്സ്. ഇന്നത്തെ പകൽ വെളിച്ചമൊക്കെ കഴിഞ്ഞു, രാത്രിയായി. നമ്മളിവിടെ 12052 മുംബൈയിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിൻ്റെ ക്രോസിങ്ങിനും കൂടി വേണ്ടി പിടിച്ചിട്ടു. നമുക്ക് റെഗുലർ ഹോൾട്ടായിരുന്നു. റെഗുലർ ഹോൾട്ട് എത്തിയപ്പോൾ ജനശതാബ്ദി 2 സ്റ്റേഷൻ അപ്പുറത്തായിരുന്നു. അപ്പോൾ റെഗുലർ ഹോൾട്ട് അവരൊന്ന് നിങ്ങളും കൂട്ടി നമ്മളിവിടെ തന്നെ ഇട്ടങ്ങ് ക്രോസിങ് ചെയ്തങ്ങ് വിടുക. നല്ല കാര്യമാണത്. അപ്പോൾ ജനശതാബ്ദിക്ക് സിഗ്നൽ കൊടുത്തിട്ടില്ല. അതിന് പിന്നെ തൊട്ടപ്പുറത്തെ സ്റ്റേഷനെ കാരേപ്പാട്ടം റോഡ് കഴിഞ്ഞു എന്നാണ് വേറസ്മി ട്രെയിൻ പറയുന്നത്. ഇവിടെ നിന്നും സിഗ്നൽ കൊടുത്തിട്ടില്ല. ആവും. അങ്ങനെ കാത്തിരിപ്പിന് അവസാനം സ്റ്റാർട്ടർ പച്ചയായിട്ടുണ്ട്. നമുക്കല്ല, ഓപ്പോസിറ്റ് ലൈനിൽ നമ്മളെ ക്രോസ് ചെയ്യുന്ന വണ്ടി ഉടനെ വരും. അത് വന്നു പോയി കഴിഞ്ഞാൽ അതാ വരുന്നുണ്ടല്ലോ, അത് പോയി കഴിഞ്ഞാൽ നമുക്കും പുറപ്പെടാം. ഈ രാജാപൂർ റോഡ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും സ്റ്റോപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ജനശതാബ്ദി പോയി പോയിട്ട് നമ്മളും പോകും. നമുക്കിനിപ്പോൾ ഇതിന് കുടാള് സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിവിമുണ്ട്, കർമാളിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മഡ്ഗാവിലെത്തുക. सुखद एवं मंगलमय यात्रा की कामना करते हैं. May I have your attention please? Room number 56345 Lokmanya Tilak Terminus, Thiruvananthapuram. The traveling express is now ready for departure from platform number 5. Wish you all a very happy and comfortable journey. നമ്മളങ്ങനെ രാജാപൂർ റോഡിൽ നിന്ന് പുറപ്പെട്ടു. ഇതായിരിക്കും മിക്കവാറും ഇന്ന് ഞാൻ കാണിക്കുന്ന അവസാനത്തെ സ്റ്റേഷൻ. ഇത്ര നേരത്തെ ഉറങ്ങില്ല, ഞാനും ഉറങ്ങി പോവുകയാണെങ്കിൽ. അടിപ്പൻ സ്റ്റേഷനിലെ കറണ്ട് പോയി. സമയം 7:16. ഫുഡിനകത്ത് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് കൊങ്കൺ റെയിൽവേ കാറ്ററിംഗുകാരെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വന്ന ഫുഡാണിത്. എന്താണ്, ബിരിയാണിയാണ് മേടിച്ചത്. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ദം ബിരിയാണിയാണെന്നാണ് പറഞ്ഞത്. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നാലും തീർച്ചയായിട്ടും പറയാം കേട്ടോ. ലെയേർഡായിട്ടുള്ള ബിരിയാണിയാണ്. അടിയിൽ മസാല ഉണ്ട്, സൈഡിൽ പിക്കിളൊക്കെ ഉണ്ട്. സംഭവം മൊത്തത്തിൽ കാണാൻ കൊള്ളാം. കഴിഞ്ഞ ആഴ്ച കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കുടാളിലേക്ക് എത്തണം. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. ഉറപ്പായും രത്നഗിരിയിൽ നിന്ന് ലോഡ് ചെയ്ത ബിരിയാണിയാണ്. കാര്യം ഞാൻ പണ്ട് മംഗള എക്സ്പ്രസ് നമ്മൾ ഡൽഹി ടു ഷൊർണൂർ ട്രിപ്പ് ചെയ്തപ്പോഴും ഞാൻ രത്നഗിരിയിൽ നിന്ന് ബിരിയാണി മേടിച്ചിരുന്നു. സെയിം ടേസ്റ്റ് ആയിരുന്നു. ഇത് മറ്റേ ലെയേർഡ് ബിരിയാണിയാണ്. കോളിഫ്ലവറും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മസാലയായിരുന്നു. ഭയങ്കര മസാലയായിരുന്നില്ല, ഒരു മീഡിയം റേഞ്ച്. സംഭവം മൊത്തത്തിൽ കൊള്ളായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുഡോസ് ടു കൊങ്കൺ റെയിൽവേ ഫോർ അഡ്ജസ്റ്റിംഗ് ദിസ്. കാര്യം അവർ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും അവർ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർ വെൻഡേഴ്സിനെ അറേഞ്ച് ചെയ്ത് അവർ കറക്റ്റായിട്ടൊരു ഫുഡ് എൻഷുർ ചെയ്തു. എന്തായാലും യാത്ര കഴിഞ്ഞിട്ട് നല്ലൊരു കംപ്ലയിൻറ്റ് ഇടുന്നുണ്ട്. കാര്യം പാൻട്രിക്കാരില്ല എന്നുള്ളത് റെയിൽവേസ് അറിയിക്കെങ്കിലും വേണമല്ലോ. നമ്മൾ കുടാൾ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് നമ്മളിവിടെ വെച്ച് തുത്താരി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം തുത്താരി ബോംബെക്കുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ അത് അവരെന്തായാലും ഇങ്ങനെ ചെറിയ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ ഒന്നും എടുക്കില്ല. എന്തായാലും അത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ എടുക്കുള്ളൂ. സമയം ഇപ്പോൾ 8:08. തുത്താരി 8 മണിക്ക് സാവന്ത്വാടി റോഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ക്രോസ് ചെയ്യും. ഇപ്പോൾ സ്റ്റേഷനിൽ കയറ്റി. ശരി.
ബി കോച്ചുള്ള ഏതോ ട്രെയിനായിരുന്നു, ഏത് ട്രെയിനെന്ന് അറിയില്ല. മറ്റേ തിരുവനന്തപുരം നോർത്ത് LTT സൂപ്പർ ഫാസ്റ്റ് ആണോ എന്നൊരു സംശയം. ഇതാണ് കുടാളിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 കേട്ടോ. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിലൂടെ സ്റ്റോളും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് നിർത്തി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ തോന്നുന്നില്ല. അതാണ് കൊങ്കൺ റെയിൽവേയിൽ ഒരു വലിയ പ്രശ്നം. സ്റ്റോൾസ് എല്ലാം ഒരു പ്ലാറ്റ്ഫോമിലുണ്ടാവുള്ളൂ. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. ഇപ്പോൾ നമ്മൾ ഉടനെ ക്ലിയർ ചെയ്യുമോ അതുകൊണ്ട് മറ്റേ തുത്താരി കയറി വരുന്നവരെ നമ്മളിവിടെ പിടിച്ചിടുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഡബിൾ ക്രോസിംഗ് ആണ്. ഇപ്പോൾ പോയത് 22114, അതായത് തിരുവനന്തപുരം നോർത്ത് ലോക്മാന്യ തിലക് ടെർമിനസ് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ ഉടനെ നമ്മുടെ തുത്താരി എക്സ്പ്രസ് വരും. സാവന്ത്വാടി റോഡ് ദാദർ തുത്താരി എക്സ്പ്രസ് വരുന്നുണ്ട്. അതവിടെ പുറപ്പെട്ടിട്ടുണ്ട്, അത് ഓണ്ട് വേണം. അപ്പോൾ അവനും കൂടി വന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ മിക്കവാറും ഇതായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് ക്രോസിംഗ് നമ്മൾ പിടിക്കുന്നത്. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടന്നുറങ്ങാനാണ് സാധ്യത. അപ്പോൾ നമ്മളെ കുറച്ചധികം നേരിട്ട് കാത്തു നിർത്തിയ തുത്താരി എക്സ്പ്രസ് കുടാളിലേക്ക് കയറി വരുന്നു. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം 20 മിനിറ്റോളമായി. ഈ തുത്താരി എക്സ്പ്രസ് എന്ന് പറയുന്ന വണ്ടി ഇപ്പോഴും എൻ്റെ അറിവിൽ ഡീസൽ ലോക്ക് തന്നെയാണ്. ശബ്ദം കേൾക്കുന്നത് ഇലക്ട്രിക് ആയെന്നൊരു സംശയം കേട്ടോ. ഇപ്പോൾ ലിങ്ക് ഇലക്ട്രിക്കായി. വാഗൺ 9 ആണ് ഇന്ന്. ലോക്കൽ നമ്പർ കാണാൻ ഒരു വഴിയില്ല. പുറകിൽ ഡെഡ് ഡീസലൊക്കെ ഉണ്ട്. 40156 ലോക്കോ ഫെയിലർ ആയതാണ്. ലോക്കോ ഫെയിലർ ആയിട്ട് അവർ ജീണായി വിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇപ്പോൾ സാവന്ത്വാടി റോഡ് ദാദർ തുത്താരി എക്സ്പ്രസ് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. കാര്യം ഒരുപാട് പേര് കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ. വണ്ടിയിൽ നിലവിൽ ആരുമില്ല കേട്ടോ. നിലവിൽ വണ്ടി കാലിയാണ്. നമ്മളങ്ങനെ കുടാളിൽ നിന്ന് പുറപ്പെടുകയായി. സമയം 8:31. നമ്മളിവിടെ 8:07 തോന്നുന്നു എത്തിയത്. അപ്പോൾ നമ്മൾ ഏകദേശം 24 മിനിറ്റോളം ഇവിടെ കടന്നു. പക്ഷെ ടൈം മേക്കപ്പ് ചെയ്യും. ഇനി എവിടെയും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മടുകാവൊക്കെ കഴിയുമ്പോഴേക്കും ടൈം മേക്കപ്പ് ചെയ്യും. ഈ പറഞ്ഞ പോലെ 2 സ്റ്റോപ്പുണ്ട് മടുകാവിന് മുമ്പ്, തിവമ്മും കർമാളിയും. ഞാനിതൊന്നും കാണിക്കാൻ ഉണർന്നിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഞാൻ കിടന്നുറങ്ങും. പേരറിയാത്തൊരു സ്റ്റേഷനിൽ ക്രോസിംഗ് നിർത്തി. പേരറിയാത്ത സ്റ്റേഷനിൽ ഝാരപ്പായിരിക്കണത്. കാരണം കുടാൾ വേണ്ട ആദ്യത്തെ സ്റ്റേഷൻ ഝാരപ്പാണ്. അപ്പോൾ ഝാരപ്പിലാണെന്ന് തോന്നുന്നു നമ്മൾ ക്രോസിങ്ങിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റിൽ നിന്ന് ലൈറ്റ് കാണാനുണ്ട് ഓൾറെഡി. അപ്പോൾ ക്രോസിങ്ങിനുള്ള വണ്ടി ഓൾറെഡി വരുന്നുണ്ട്. ഇത് നമ്മുടെ റോക്കറ്റ് ആയിരിക്കണം. മാംഗ്ലൂർ മുംബൈ റോക്കറ്റ് ആയിരിക്കണം. വാപ്പോറാണെന്ന് ലോക്കോ. അപ്പുറത്തൊരു സായിപ്പും മദാമയിൽ നിന്ന് നല്ല പുകവലിയാണ്. അവർ ഫുൾ ടൈം ടോയ്ലറ്റിനകത്താണ് രണ്ടും കൂടി. അപ്പോൾ ക്രോസിങ് കഴിഞ്ഞാൽ റോക്കറ്റ് പോയി. ഞാൻ പറഞ്ഞ പോലെ റോക്കറ്റിൻ്റെ പുറകെ മത്സ്യഗന്ധയും റോക്കറ്റിൻ്റെ പുറകെ കൊങ്കൺ കന്നിയും അതിൻ്റെ പുറകിൽ മത്സ്യഗന്ധയുണ്ട്. അപ്പോൾ നമ്മളിനിപ്പോൾ ഇവിടുന്ന് വിടുമോ, ഇനി അവർ വരുന്നവരെ കിടക്കുമോ എന്നറിയില്ല. എൻ്റെ നമുക്ക് സ്റ്റാർട്ടറായിട്ടില്ല. സ്റ്റാർട്ടറായില്ലെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. കറക്റ്റ് സ്റ്റാർട്ടറായി. ഈ ഝാരപ്പ് എന്ന് പറയുന്നത് ഒറിജിനലി കൊങ്കൺ റെയിൽവേയിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇത് പിന്നീട് ആഡ് ചെയ്ത സ്റ്റേഷനാണിത്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിനാണ് പണിതിരിക്കുന്നത്. 2 ലൂപ്പ് ലൈനൊക്കെ ആയിട്ടാണ് പണിതിരിക്കുന്നത്. അപ്പുറത്തെ ലൂപ്പ് ലൈനിൽ അവർ ഫ്രൈറ്റ് അൺലോഡിങ്ങുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ക്രോസിങ്ങിന് കിടക്കുകയാണ്. നമ്മളിപ്രാവശ്യം നിൽക്കുന്നത്
മധുരൈ എന്ന് പറഞ്ഞ സ്റ്റേഷൻ, മധുര എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. മധുരൈ എന്നാണ് ഒരു മഡൂരൈ എന്നാണ് ഒരു ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് കിടക്കുകയാണ് ഇപ്പോൾ ക്രോസിങ്ങിന്. ഇത് മിക്കവാറും കൊങ്കൺ കന്യ എക്സ്പ്രസിൻ്റെ ക്രോസിംഗ് ആയിരിക്കണം. സ്റ്റേഷൻ ബിൽഡിംഗ് ആണ് ജസ്റ്റ് ഫ്രണ്ടിൽ. ഇത് മഹാരാഷ്ട്രയിലത്തെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇത് കഴിഞ്ഞുകൊണ്ട വണ്ടി ഗോവയിലേക്ക് കയറും. ഗോവയിലേക്ക് കയറുമെന്ന് മാത്രമല്ല, നമ്മുടെ വണ്ടി രത്നഗിരി റീജിയനിൽ നിന്നും കാർവാർ റീജിയനിലേക്ക് കയറും. കൊങ്കൺ റെയിൽവേയുടെ രത്നഗിരി റീജിയനിൽ നിന്നും കൊങ്കൺ റെയിൽവേയുടെ കാർവാർ റീജിയൻ. അവരുടെ കൊങ്കൺ റെയിൽവേയുടെ ഡിവിഷനല്ല, റീജിയൻസ് ആണ്. അപ്പോൾ രത്നഗിരി റീജിയൻ ടു കാർവാർ റീജിയൻ മാറുന്ന സ്ഥലം കൂടിയാണ് മധുരൈ. മധുരൈ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാറും. അപ്പോൾ നമ്മളെ കുറച്ച് നേരം കാത്തു നിർത്തിയിട്ട് കൊങ്കൺ കന്യ എക്സ്പ്രസ് വരും. പറന്ന് വരുന്നു കേട്ടോ. വീണ്ടും ക്രോസിങ്ങിനായിട്ട് നമ്മൾ ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് പേഡ്നെ സ്റ്റേഷനാണ്, പേഡ്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാത്തു നിർത്തിയിട്ട് മത്സ്യഗന്ധ എക്സ്പ്രസ് വരുന്നു. അപ്പോൾ അങ്ങനെ മത്സ്യഗന്ധ എക്സ്പ്രസ് പോയി. ഇന്നത്തെ ക്രോസിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ലേറ്റ് നൈറ്റായിട്ട്, അതായത് മഡ്ഗാവ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ക്രോസിങ്സ് വരാനുണ്ട്. അതുവരെ വേറെ ക്രോസിങ്സ് ഒന്നും വരാനില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് തിവിം സ്റ്റോപ്പുണ്ട്. തിവിം സ്റ്റോപ്പ് ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ കിടക്കാൻ പോവാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ തിവിം ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ കിടക്കാൻ പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 9:45 നമ്മളൊരു 1 മണിക്കൂറിൻ്റെ അത് ലേറ്റാണിപ്പോൾ. മേക്കപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.